കാട്ടുപാതകൾ വകഞ്ഞു ധീരമായി മുന്നേറിയോ, കൂരിരുട്ടിനോടു സമരവീരരായി പോരാടിയോ. കാട്ടുപാതകൾ വകഞ്ഞു ധീരമായി മുന്നേറിയോ, കൂരിരുട്ടിനോടു സമരവീരരായി പോരാടിയോർ. കാണുവിൻ പ്രിയങ്കരേ നന്മയുള്ളൊരീ വഴി, കാണുവിൻ പ്രിയങ്കരേ നന്മയുള്ളൊരീ വഴി. കുത്തിവീണ കണ്ണുനീരിനുറവയായ താവഴി, ഉള്ളിലെന്നും ഓർമ്മയായി ജ്വലിച്ചിടുന്നൊരഗ്നിയും, ഇല്ലതൊട്ടും മാഞ്ഞിടാതെ ഹൃത്തടത്തിലുണരുവോ. ഉള്ളിലെന്നും ഓർമ്മയായി ജ്വലിച്ചിടുന്നൊരഗ്നിയും, ഇല്ലതൊട്ടും മാഞ്ഞിടാതെ ഹൃത്തടത്തിലുണരുവോ. ഉറക്കമൊന്നതില്ല നമ്മളുള്ളറ തുറക്കണം, ഉറക്കമൊന്നതില്ല നമ്മളുള്ളറ തുറക്കണം. നെഞ്ചുറച്ചു കാൽ കഴച്ചു പൊരുതി നാം ജയിക്കണം. ഇരുട്ടിനെ വെളിച്ചമാക്കി നീങ്ങിയ മഹാരഥ, മാറ്റിയ തമസ്സുകൾ വീണ്ടും എത്തുമോർക്കുക. ഇരുട്ടിനെ വെളിച്ചമാക്കി നീങ്ങിയ മഹാരഥർ, മാറ്റിയ തമസ്സുകൾ വീണ്ടും എത്തുമോർക്കുക. ശങ്കുറപ്പു മാഞ്ഞിടാതെ മാറ്റണം ഇരുട്ടിനെ, ശങ്കുറപ്പു മാഞ്ഞിടാതെ മാറ്റണം ഇരുട്ടിനെ. തളയ്ക്കണം വരിക്കണം ജയം നിറഞ്ഞ ജീവിതം. മുജാഹിദെന്ന പേരിലല്ല ജിഹാദിലായി ജീവിതം. ഇലയ്ക്കണം തളിർക്കണം അടുത്തിടാതെ നീങ്ങണം. മുജാഹിദെന്ന പേരിലല്ല ജിഹാദിലായി ജീവിതം. ഇലയ്ക്കണം തളിർക്കണം അടുത്തിടാതെ നീങ്ങണം. വെയിലിലും വിയപ്പിലും വാടിടാതെ നിൽക്കുവോ, വെയിലിലും വിയപ്പിലും വാടിടാതെ നിൽക്കുവോ. സ്വപ്നസാക്ഷ്യമായി സ്വർഗജീവിതം വരിക്കുവോ. പതിനാല് നൂറ്റാണ്ടുകൾക്കപ്പുറം അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം നാടിന്റെ നാനാദിക്കുകളിലേക്ക് മുസ്ലിങ്ങൾ പ്രബോധന ദൗത്യവുമായി പ്രവേശിക്കുന്നു. അറബികൾ ഇസ്ലാമിക പ്രബോധകരായി കേരള തീരത്തെത്തുന്നത് അന്നത്തെ ഏറ്റവും പ്രസിദ്ധ തുറമുഖമായ മുസ്രിസ് എന്നറിയപ്പെട്ടിരുന്ന കൊടുങ്ങല്ലൂർ പട്ടണത്തിലാണ്. ആത്മാർത്ഥതയും പരസ്പര സ്നേഹവും സ്വഭാവശുദ്ധിയും സത്യസന്ധതയും പുലർത്തിയ മാലിക് ബിൻ ദീനാറിനെയും സംഘത്തെയും കേരളീയർ ആദരിച്ചു. ഇസ്ലാമിക പ്രബോധകരായ ഇവരുടെ നിസ്വാർത്ഥമായ പ്രവർത്തനവും മാതൃകാ ജീവിതവും ഏകദൈവ വിശ്വാസവും ലളിതമായ അനുഷ്ഠാനങ്ങളും വൻ സ്വാധീനം ചെലുത്തി. കൊടുങ്ങല്ലൂരിൽ രാജാവിന്റെ അനുമതിയോടുകൂടി ചേരമാൻ മസ്ജിദ് സ്ഥാപിതമായി. കൊല്ലത്തും പഴയങ്ങാടിയിലും ബക്കന്നൂർ, മംഗലാപുരം, കാസർഗോഡ്, ശ്രീകണ്ഠപുരം, ധർമ്മപട്ടണം, പന്തലായിനി, ചാലിയം എന്നിവിടങ്ങളിലും പള്ളികൾ സ്ഥാപിതമായി. കൊച്ചുമക്ക എന്ന് വിശേഷിപ്പിക്കും വിധം പൊന്നാനി ഇസ്ലാമിക പ്രബോധനത്തിന്റെ കേന്ദ്രമായി.
എല്ലാവരും മാറിക്കോളാ മാറിക്കോളാ. ഈശ്വര, മാറിക്കോ മാറിക്കോ മാറിക്കോ. നീ കുടിക്കണം. വരിക. കേരളത്തിലെ അതിരൂക്ഷമായ തീണ്ടലും തൊടിയിലും നാടുവാഴി തമ്പ്രാക്കളുടെ കീഴാള ചൂഷണവുമെല്ലാം പാവപ്പെട്ട കേരളീയരിൽ സമത്വസുന്ദരമായ ഏകദൈവ വിശ്വാസം പ്രഖ്യാപിക്കുന്ന ഇസ്ലാമിനോട് മാനസികമായ അടുപ്പമുണ്ടാക്കി. തീരപ്രദേശങ്ങളിലും ദരിദ്രരിലും ദളിതരിലും ഇസ്ലാമിക സന്ദേശം അടിച്ചുവീശി. തമ്പ്രാക്കളെ മുതൽ മുള്ളിനെയും മുരടിനെയും സകല ജീവജാലങ്ങളെയും പേടിച്ച് ജീവിച്ച കീഴാളൻ സർവശക്തനായ ഈശ്വരനെ മാത്രം ഭയപ്പെട്ട് മറ്റുള്ളവർക്ക് മുൻപിൽ ശിരസ്സുയർത്തി നടുനിവർത്തി നിന്നതായിരുന്നു ഇസ്ലാം നടത്തിയ ശ്രദ്ധേയമായ വിപ്ലവം. കുടിച്ചോളാ. അടിക്ക അടി എടുക്കുക. അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. എന്താടോ തനിക്കൊരു മാറ്റം? തന്റെ തലയെന്താ താഴില്ലെന്നുണ്ടോ അഹങ്കാരി? എന്റെ തല ഞാൻ പടച്ചോന്റെ മുന്നിൽ താവുള്ളാമ്പ്ര. തമ്പ്ര അത്ര കൂട്ടിയാലും പടച്ചോന്റെ അത്ര ആവൂലാമ്പ്ര. ഞാനൂലും പത്തി വിടർത്തി. പോർച്ചുഗീസുകാരുടെ വരവോടെ കേരള മുസ്ലിങ്ങളുടെ നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ദുരിതങ്ങൾക്ക് ആരംഭം കുറിച്ചു. മുസ്ലിങ്ങളുടെ സമുദ്രാധിപത്യം തകർന്നു. സാമൂതിരിയുടെ കപ്പൽപ്പട നയിച്ച കുഞ്ഞാലി മരക്കാന്മാർ പരാജയപ്പെട്ടു. പിൻഗാമികളായി എത്തിയ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും മുസ്ലിം വിരോധം തുടർന്നു. മുസ്ലിങ്ങളുടെ ഭൗതിക തകർച്ച അവരുടെ ആദർശപരമായ തകർച്ചയ്ക്കും കാരണമായി. വിശുദ്ധ ഖുർആനിന്റെയും നബിചര്യയുടെയും അടിസ്ഥാനങ്ങളിൽ നിന്ന് മുസ്ലിം ജനത ഏറെ അകന്നു. മതം മാറിയെത്തിയവർ പഴയ മതത്തിലെ ആചാരാനുഷ്ഠാനങ്ങളും തങ്ങൾക്കൊപ്പം കൊണ്ടുവന്നു. പൗരോഹിത്യം അവസരം മുതലെടുത്തു. ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത്
ബോംബെയിൽ നിന്നും പഠാണി വംശജനായ മുഹമ്മദ് ഷാ കൊണ്ടോട്ടിയിലെത്തി. മുഹമ്മദ് ഷാ വലിയുള്ള മുരീദന്മാർ കദാബില്ല. മുഹമ്മദ് ഷാ വലിയുള്ള മുരീദന്മാർ ഷിആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ത്വരീഖത്ത് പ്രചരിപ്പിച്ചു. പിൻഗാമിയായ ഇസ്തുയാഖ് ഷാ തികഞ്ഞ ഷിആയിസം പ്രചരിപ്പിച്ചു. മുരീദന്മാരുടെ സുജൂദിന് തുടക്കം കുറിച്ചതും ഇയാളാണ്. ആദർശത്തിന്റെ കരുത്ത് ചോർന്ന പൊന്നാനി തങ്ങന്മാരും മമ്പുറം തങ്ങന്മാരും ഇസ്ലാമിക വിരുദ്ധമായ ഈ ആചാരങ്ങൾക്കെതിരിൽ ശബ്ദമുയർത്തിയെങ്കിലും വിജയിച്ചില്ല. ഷിർക്കിന്റെയും അന്ധവിശ്വാസങ്ങളുടെയും കൂത്തരങ്ങായി കേരള മുസ്ലിം അന്തരീക്ഷം മാറിത്തുടങ്ങി. വന്നോളും, അതിന് കാണില്ലല്ലോ. ചെലപ്പോ എന്തെങ്കിലും തിന്നാവും. തിന്നാൻ കണ്ട പിന്നെ അങ്ങനെയാണല്ലോ. ആ വരുന്നുണ്ട്. അസ്സലാമലൈക്കും. ഉത്സവത്തിന് ഞമ്മക്ക് കൂടാൻ പറ്റൂല എന്നാ കേക്കണേ. ഞമ്മക്ക് വേണം ഉത്സവം. ആന, ചെണ്ട, കളി, വരവ് ഒക്കെ ഞമ്മക്ക് വേണം. എന്താ മലാക്ക? ഉത്സവം ഞമ്മക്ക് വേണ്ട, അത് കാഫ്രീത്തിങ്ങക്ക് ഉള്ളതാ. ഞമ്മക്ക് നേർച്ച, ചെണ്ട, ചന്ദനക്കുടം, ഉറൂസ് അത് മതി. ഞമ്മളെ കാഞ്ഞിരപ്പള്ളി പരീതോലി എന്താ മോശക്കാരനാ? മൂപ്പര കബറിന് വല്ല പോരിശക്കുറവുണ്ടാ? ഒരു നേർച്ചക്കാർക്കും പോരിശക്കുറവില്ല മല്ലാക്കേ. നമ്മളെ നേർച്ചക്ക് ഒരു കൊമ്പനെങ്കിലും അധികം വേണം. ഇങ്ങനെ പള്ളിക്കാട്ട് എന്തോ കണ്ട് പേടിച്ചത് ഇബിരി തന്നെ ആകും. അടങ്ങണില്ല. പേടിച്ചണ്ട, തങ്ങൾ ഇപ്പൊ എത്തും. മൊല്ലക്ക, മൂപ്പര ഉറുക്കും വെള്ളം ചെന്നാല് ഒക്കെ ശരിയാവും. എവിടെ നേരത്തെ പണിക്കര് വന്നില്ല, എന്നിട്ട് എന്തായി? ഒരു മാറ്റമില്ല. ഇത് തങ്ങള് തീക്കട്ടാണ്. ജിന്നും ശൈത്വാനും പ്രേതവും ഒടിയനും മനുഷ്യരുടെ ശരീരത്തിൽ ഓടിക്കയറാൻ തക്കം പാർത്തിരിക്കുകയാണെന്ന ഭീതിയോടെ രാപ്പകൽ തള്ളി നീക്കിയ മാപ്പിളക്കൂട്ടം. അവസരം മുതലാക്കി വല നെയ്ത് ഇര തേടുന്ന മന്ത്രവാദികളും സ്പെഷ്യലിസ്റ്റ് മുസ്ലിയാക്കളും. ഖുർആനും സുന്നത്തും എന്തെന്നറിയാത്ത ഒരു ജനത ജനിച്ചാലും മരിച്ചാലും വിവാഹവേളയിലും നടത്തുന്ന ചില ചടങ്ങുകൾ മാത്രമായി ഇസ്ലാം അവശേഷിച്ചു. എപ്പോഴേ നീ അസറാൻ കൊടുക്കുമ്പോ മകരിവിന് ഉപ്പിട്ടെടുക്കായിരിക്കും. കതീസുവാ, ആ തട്ടുംപുറത്തുണ്ടാവും മുസാഫ്. വേർത്ത് പോകാൻ നോക്കി, മോലേമാരിപ്പെത്തും. സംഗതി ഒന്ന് ചോറാട്ടെ. അല്ല, പീരാണ്ടായിട്ട് നടക്കണേനേക്കാളും നല്ലത് മരിച്ചതാണ്. കണ്ണോക്കും അടിയന്തരം 40 ആണ്ടൊക്കെ ഞാൻ തന്നെ നോക്കേണ്ടി വരും. എന്താ ചെയ്യാ? കോയക്കുറ്റാക്കടെ 2ാം കെട്ടൊക്കെ നൊമ്പലം തുടങ്ങി. നിങ്ങളോട് വിവരം പറയാൻ പറഞ്ഞു. ഞാനിപ്പോ വരാം. മൊയിലാരെ വെള്ളം വാങ്ങിച്ച് വേം പോ. നബി സത്തുമാരുണ്ടാവും, അത് ഓതാൻ പറയും. പിഞ്ഞാണത്തിൽ എഴുതി കുടിച്ചാ ഒക്കെ ശരിയാവുന്നു. അത് നേരാ. എന്റെ മാമ്പോർത്ത തങ്ങളെ, എന്റെ ഒരു തിരക്കേ. ഇതാക്കണ് പയം കൊണ്ടുവന്നല്ലേ ജി? അന്റെ കൊല്ലിലെ പുള്ളേ, ഇതാ ഞാൻ ഇപ്പൊ പൊക്കിത്തരാം.
പോയില്ലേ? ഇല്ല ഏ? ഇല്ല. ഇപ്പോഴോ? ഇല്ല ഇപ്പോഴുണ്ട്. പോയില്ലെന്നോ? ഇത് കണ്ടിരുന്ന ഇന്ന് ചാരി കണ്ടിരുന്നോ? അങ്ങനെ മുഴുവൻ എനിക്കൊന്ന് കാണാം. പോയില്ലേ? ഇല്ല പോയില്ലാന്നോ? ഇല്ല അന്റെ കൊല്ലി മുഴുവൻ ഉണ്ട്. അന്റെ തലയുമ്പോ ചെയ്താനാ ഇക്കൊടുന്നു ഉള്ളു കൊല്ലേ. ചെല്ലേ കൊണ്ടുകൊടുത്തോളാം. വെറുതെ ആസ്പത്രി കൊണ്ടേ കായാളെ നിൽക്കണ്ട. നാട്ടിലുടനീളം മുളച്ചു പൊന്തിയ ശവകുടീരങ്ങൾ, ജാറങ്ങൾ കേന്ദ്രമാക്കി നേർച്ച, ഉറൂസ്, ചന്ദനക്കുടം എന്നിവ വർഷാവർഷം ആഘോഷമായി. തെളിവിന് പോലും പറ്റാത്ത ഖുർആൻ, ആചാരങ്ങളിലൊന്നും സ്ഥാനം പിടിക്കാത്ത പ്രവാചക ചര്യകൾ, നല്ലത് കൽപ്പിക്കുക, ചീത്ത വിരോധിക്കുക എന്നത് ഫർള് കിഫ ആയതുകൊണ്ട് ഒരു ഉലമാ സംഘം രൂപീകരിക്കണമെന്ന് ഈ യോഗം തീരുമാനിക്കുന്നു. നിങ്ങൾ പറയല്ലേ പറഞ്ഞു മടിച്ചണ്ട. അങ്ങനെ അങ്ങോട്ട് തീരുമാനിച്ചാൽ നിൽക്കട്ടെ. ഉലമാസൊക്കെ ഉണ്ടാക്കല് പറന്ന് കിഫയാണെങ്കിൽ എവിടെയുള്ള തെളിയില് തെളിവെന്താച്ച പറയങ്ങള്. ബസർക്കുട്ടോ. വൽതകും മിൻകും ഉമ്മത്തുൻ യദഊന ഇലൽ ഖൈറി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഇതാണ് ഉലമാ സംഘം ഉണ്ടാക്കാനുള്ള തെളിവ്. ഇപ്പൊ ഓതി വെച്ചത് ഖുർആനായത്താണ്. നമ്മക്ക് വേണ്ട ദലീലാണ്. ദലീല് തെളിവാണെന്ന് അതിനുള്ള വല്ല കിതാബ് ഉണ്ടെങ്കിൽ കയ്യില്? ആദർശപരമായ അധപതനം, ചിന്താപരമായ പാപ്പരത്വം, വൈജ്ഞാനികമായ ശൂന്യത. ദിശാബോധം നഷ്ടപ്പെട്ട കേരള മുസ്ലിങ്ങളെ ഖുർആനിലേക്കും നബിചര്യയിലേക്കും തിരിച്ചു വിളിച്ചപ്പോൾ അത് പുത്തൻവാദമായി. തൗഹീദ് പഠിപ്പിച്ചപ്പോൾ അത് മതവിരുദ്ധതയായി. അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ ഒരു കൊടുങ്കാറ്റ് കണക്കെ ആഞ്ഞു വീശിയ ആദർശ പ്രബോധനം. ക്രിസ്ത്യൻ പാദ്രിമാർക്ക് മുന്നിൽ ഇസ്ലാമിന്റെ ആദർശ മഹിമ വെട്ടിത്തെളിയിച്ച സയ്യിദ് സനാഉള്ള മക്തി തങ്ങൾ, ഷെയ്ഖ് മുഹമ്മദ് ഹമദാനി തങ്ങൾ, കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിനും സ്വാതന്ത്ര്യ സമരാവേശത്തിനും ഒരുപോലെ ഊടും പാവും നൽകിയ വക്കം അബ്ദുൽ ഖാദർ മൗലവി, വൈജ്ഞാനിക വിപ്ലവത്തിലൂടെ സമുദായത്തിൽ നവജാഗരണത്തിന് നാന്ദി കുറിച്ച ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ഇസ്ലാഹി ആദർശത്തിന് കൂട്ടായ്മയുടെ കരുത്തും മുന്നേറ്റവും നൽകിയ KM മൗലവി, അധിനിവേശ ശക്തികളുടെ പീഡന നൈരന്തര്യത്തിൽപ്പെട്ട് പിന്നാക്കം പോയ മുസ്ലിം സമൂഹത്തിന് രാഷ്ട്രീയ, സാംസ്കാരിക, വിദ്യാഭ്യാസ ഉത്ബുദ്ധത നൽകി വളർത്തിയെടുക്കുവാനും ഇസ്ലാഹി നേതാക്കൾ മുൻനിരയിലുണ്ടായിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിന് ചരിത്രപരവും ചടുലവുമായ നേതൃത്വം നൽകിയ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ഈ മൊയ്തു മൗലവി, മുസ്ലിം രാഷ്ട്രീയത്തിന്
മറ്റെങ്ങുമില്ലാത്ത കരുത്തും ദിശാബോധവും നൽകിയ മുസ്ലിം ലീഗിന്റെ രൂപീകരണവും വളർച്ചയും സീതി സാഹിബിനെ പോലുള്ളവരുടെ വിയർപ്പിന്റെ വിലയായിരുന്നു എന്നത് ആർക്കും മറച്ചുവെക്കാനാവില്ല. തൗഹീദിന്റെ വെളിച്ചം ലഭിച്ച നവോത്ഥാന നായകർ സാമൂഹ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രോജ്വലിച്ചു നിന്നു. കേരള ചരിത്രം മനഃപൂർവ്വം അവഗണിക്കാൻ ശ്രമിച്ച വക്കം മൗലവിയുടെ ജീവിതം കേവലം ഒരു പത്രത്തിൽ ഒതുങ്ങിയില്ല. പൊതുവെ മലയാളികളുടെയും പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്റെയും ഉന്നമനത്തിനായി ഒട്ടേറെ പ്രസിദ്ധീകരണങ്ങൾ വക്കം മൗലവിയിലൂടെ കേരള ജനതയ്ക്ക് ലഭിച്ചു. മാതൃഭൂമി പത്രത്തിന്റെ ഷെയർ പിരിക്കാൻ ഇറങ്ങിത്തിരിച്ച വക്കം മൗലവിയെയും ചരിത്രത്തിന്റെ ഇടനാഴികകളിൽ നമുക്ക് കാണാം. മൗലവി, ഇരുന്നോളൂ. നമ്മുടെ രാമകൃഷ്ണപിള്ളയെ രാജാവ് നാട് കടത്തി. എന്നാലും പത്രവും പ്രസ്സും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോണ്ടേ മൗലവി. എന്നും സത്യം അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് നല്ല വായനക്കാരുണ്ട് സ്വദേശാഭിമാനിക്ക്. അവരെ കരുതിയെങ്കിലും പത്രം തുടർന്നും പ്രസിദ്ധീകരിച്ചേ പറ്റൂ. എന്റെ പത്രാധിപരില്ലാതെ എനിക്കെന്ത് പത്രം? പത്രപ്രസിദ്ധീകരണ രംഗത്ത് പഴയ പെരുമയിൽ മാത്രം ഊറ്റം കൊള്ളാതെ വർത്തമാനകാല പത്രമാധ്യമ മേഖലയിൽ പരീക്ഷണം തുടരുകയാണ് ഇസ്ലാഹി പ്രസ്ഥാനം. കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ള ഇസ്ലാമിക വാരികയായ ശബാബ് 1975 മുതലും മലയാളത്തിലെ മികച്ച പ്രസാധനാലയങ്ങളിലൊന്നായ യുവത 1987 മുതലും കുടുംബിനികൾക്കായി പുറത്തിറക്കിയ പുടവ 1990 മുതലും ഗവേഷണ പഠനത്തിനായുള്ള അത്തൗഹീദ് 2000 മുതലും കേരളത്തിന്റെ അക്ഷരലോകത്ത് ധാർമ്മികതയുടെ പാദമുദ്രകൾ അടയാളപ്പെടുത്തുന്നു. والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ ഒരു ജനതയെ ബുദ്ധിപരമായി നയിച്ചവർ, അവർ നേതൃത്വം നൽകിയ സംഘടനകൾ ശ്രമകരമായ ഈ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പ്രയാണം തുടരുന്നു. നിഷ്പക്ഷ സംഘം, കേരള മുസ്ലിം ഐക്യ സംഘം, കേരള ജംഇയ്യത്തുൽ ഉലമ, കേരള നദ്വത്തുൽ മുജാഹിദീൻ, ഇത്തിഹാദ് ശുബാനിൽ മുജാഹിദീൻ, മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ്, മുസ്ലിം ഗേൾസ് ആൻഡ് വിമൻസ് മൂവ്മെന്റ്, MGM സ്റ്റുഡൻസ് വിംഗ്. ഈ സംഘടനകളുടെ ത്യാഗോജ്വലമായ സംസ്കരണ നവോത്ഥാന മുന്നേറ്റങ്ങൾ കേരള മുസ്ലിം ചരിത്രകാരന്മാർക്ക് ഒരിക്കലും അവഗണിക്കാനാവില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക. അല്ലാഹു മറ്റൊരു സൂറത്തിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അല്ലാഹു ശിർക്ക് ഒരിക്കലും പൊറുക്കുകയില്ല. അല്ലാഹുവിൽ പങ്കുചേർക്കുന്നത് അഥവാ ബഹുദൈവാരാധന അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ്. മറ്റു പാപങ്ങൾ അവൻ പുറത്തു കൊടുക്കുമെന്നും പറയുന്നുണ്ട്. ഇന്നത്തെ ഖുർആൻ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ആരാധനയും ജീവിതവും പരസ്പരം ബന്ധമുണ്ടാക്കുവാൻ, അത് നമ്മുടെ ജീവിതത്തിൽ ആരാധനയുടെ കാര്യങ്ങൾ എങ്ങട്ടാ? സ്കൂൾക്ക്. കോജരാജാവേ, പെൺകുട്ടികൾ സ്കൂളിൽ പോവേ? പെണ്ണുങ്ങൾക്ക് അക്ഷരം പഠിക്കാൻ പാടില്ല എന്നാ മണ്ണാർക്കാട് പ്രമേയം പാസ്സാക്കിയത്. സ്കൂൾ പഠിച്ചണം. നിങ്ങളെ എത്താ ഞാനീ കേൾക്കണത്? മദ്രസിന്റെ ആദ്യത്തെ മീമും ജഹന്നമിന്റെ അവസാനത്തെ മീമും ഒന്നാ കുട്ടിയെ. പെണ്ണിനെ അക്ഷരം വെളിച്ചവും പള്ളിന്റെ അകവും റബ്ബുൽ തമ്പുരാൻ പിരിച്ചിട്ടില്ല. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ഈ പുത്തമ്പാദികൾ ദീനിനെ പൊളിക്കുമല്ലോ.
പ്രവർത്തന മണ്ഡലത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ജൈത്രയാത്ര സുഗമമായിരുന്നില്ല. നാടിന്റെ മുക്കുമൂലകളിൽ നിശബ്ദം നടന്ന ഖുർആൻ ക്ലാസുകൾ ജനഹൃദയങ്ങളിൽ മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് വിതച്ചു. ഖുർആൻ ക്ലാസുകളുടെ ചുവട് പിടിച്ച് പടർന്ന് പന്തലിച്ച് ആബാലവൃദ്ധം ജനങ്ങളുടെ ഹൃദയത്തിൽ ഈമാൻ നിറച്ചുകൊണ്ടിരിക്കുന്ന ഖുർആൻ ലേണിംഗ് സ്കൂൾ QLS കേരളത്തിലെ ഏറ്റവും ബൃഹത്തായ അനൗപചാരിക വിദ്യാഭ്യാസ സംവിധാനമാണ്. പ്രത്യേകം തയ്യാറാക്കിയ പാഠപുസ്തകങ്ങളും കൃത്യമായ സിലബസും പരിശീലനം സിദ്ധിച്ച അധ്യാപകരുമെല്ലാം QLSന് ഇന്നുണ്ട്. കുടുംബസമേതമുള്ള പങ്കാളിത്തം വിവിധ മഹല്ലുകളിൽ വിജ്ഞാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വിപ്ലവമാണ് സൃഷ്ടിക്കുന്നത്. QLSകളിലെ ഇതര മതവിശ്വാസികളുടെ പങ്കാളിത്തവും ശ്രദ്ധേയമാണ്. പൗരോഹിത്യത്തിന്റെ എതിർപ്പുകൾ ശക്തമായിരുന്നു. വിശുദ്ധ ഖുർആൻ തെളിവിന് പറ്റില്ല, അക്ഷരാഭ്യാസം നേടാൻ പാടില്ല, പെൺകുട്ടികൾക്ക് തീരെ പാടില്ല എന്ന മണ്ണാർക്കാട് പ്രമേയം, ഇംഗ്ലീഷ് നരകഭാഷയാണെന്ന പ്രഖ്യാപനം, മദ്രസയുടെ ആദ്യത്തെ മീമും ജഹന്നമിന്റെ അവസാനത്തെ മീമും ഒന്നാണെന്ന വ്യാപക പ്രചരണം, ജുമുഅ ഖുതുബ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പാടില്ലെന്ന മീൻചന്ത പ്രമേയം, സ്ത്രീകൾക്ക് നേരെ പള്ളിവാതിലുകൾ കൊട്ടിയടച്ച ധാർഷ്ട്യം, പൗരോഹിത്യം സമുദായത്തെ പിന്നോട്ട് വലിച്ചുകൊണ്ടിരുന്നു. ഇസ്ലാഹി പ്രവർത്തകർ അടങ്ങിയിരുന്നില്ല. നവോത്ഥാനത്തിന്റെ കാവലാളുകളായി അവർ കർമ്മരംഗത്തിറങ്ങി. നാടൊട്ടുക്കും പൊതുപ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ചു. മദ്രസ പ്രസ്ഥാനം വ്യാപകമാക്കി. മലയാള ഭാഷയോടുള്ള എതിർപ്പ് മറികടക്കാൻ അറബി മലയാള ഭാഷയുടെ സാധ്യതകൾ പരീക്ഷിച്ചു. പ്രസിദ്ധീകരണങ്ങൾ ഇറക്കി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും യത്തീംഖാനകളും സ്ഥാപിച്ചു. ഭൗതിക വിഭവങ്ങൾക്ക് പരിമിതിയുള്ള കൊച്ചു കേരളത്തിലെ ആദർശ മുന്നേറ്റങ്ങൾക്ക് എന്നും താങ്ങും തണലും ഊർജവുമേകിയ ഗൾഫ് ഇസ്ലാഹി സെന്ററുകളുടെ മഹത്തായ സേവനങ്ങൾ മറക്കാനാവില്ല. രാപ്പകൽ അധ്വാനിച്ച് കുടുംബം പോറ്റുന്ന ഗൾഫ് മലയാളികളുടെ കുടുംബ ബജറ്റിൽ കേരളത്തിലെ നവോത്ഥാന സംരംഭങ്ങളിലേക്കുള്ള നീക്കിയിരിപ്പ് എന്നുമുണ്ടായിരുന്നു. പ്രവാസ ജീവിതത്തിന്റെ ഏകാന്തതയിൽ മരുപ്പച്ചയായി ലഭിച്ച ആദർശ വെളിച്ചവുമായി നാട്ടിലെത്തി വിശ്വാസ വിപ്ലവം സൃഷ്ടിച്ചവർ ഗൾഫ് ഇസ്ലാഹി സെന്ററുകളുടെ അച്ചടക്കത്തോടെയും ദീർഘദൃഷ്ടിയോടെയുമുള്ള ആസൂത്രിത മുന്നേറ്റങ്ങളുടെ ഫലം തന്നെയാണ്. ആദർശ പ്രബോധനവും വിശ്വാസ സംസ്കരണവും മുഖ്യ അജണ്ടയാക്കി മുന്നേറിയ ഇസ്ലാഹി യുവതയ്ക്ക് ജീവിക്കുന്ന പരിസ്ഥിതിയെ അവഗണിക്കാനാവുമായിരുന്നില്ല. മരം നടുക, വളർത്തുക എന്ന മുദ്രാവാക്യം മൺസൂൺ കാല പ്രവർത്തനങ്ങളെ ഹരിതാഭമാക്കിയപ്പോൾ പ്രവാചകന്റെ മഹത്തായ മാതൃകകളുടെ പിൻബലമുള്ള പ്രവർത്തനമാണിതെന്ന് തിരിച്ചറിയാൻ ഒറ്റപ്പെട്ട സ്വരങ്ങൾക്കായില്ല. എങ്കിലും സർക്കാർ സംവിധാനങ്ങൾ പോലും ഈ വഴിക്ക് നടന്നത് സമീപകാല കാഴ്ച. ചുട്ടുപൊള്ളുന്ന ഭൂമിയുടെ ഭാവി ചർച്ച ചെയ്യപ്പെടുന്ന ഇന്ന് നവോത്ഥാന യുവത്വത്തിന്റെ ദീർഘദൃഷ്ടി മനുഷ്യസ്നേഹികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരായ ബഹുജന മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകാൻ മുജാഹിദ് പ്രസ്ഥാനം പ്രതിജ്ഞാബദ്ധമാണ്. റവന്യൂ വരുമാനമല്ല, അമൂല്യമായ ജീവനും ജീവിതവുമാണ് പരിഗണിക്കേണ്ടതെന്ന് ഭരണകൂടങ്ങൾ എത്രയും നേരത്തെ തിരിച്ചറിഞ്ഞാൽ എല്ലാവർക്കും നന്ന്. കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാതെ
പഴഞ്ചൻ കെട്ടിലും മട്ടിലും ഇഴഞ്ഞു നീങ്ങിയിരുന്ന മദ്രസ പാഠപുസ്തക പ്രസിദ്ധീകരണ രംഗത്ത് മഹത്തായ വിപ്ലവം സൃഷ്ടിച്ച് KNMന്റെ CIER ഏറെ പ്രശംസ പിടിച്ചു പറ്റിയ ഉറച്ച കാൽവെപ്പായിരുന്നു. ആധുനിക ബോധന പഠന ശൈലിയിൽ ഇസ്ലാമിന്റെ ആദർശങ്ങൾ വിനിമയം ചെയ്യാനും അറബി ഭാഷ സ്വായത്തമാക്കാനും CIER പ്രത്യേകം ശ്രദ്ധയൂന്നുന്നു. കേരളത്തിലെ വിവിധ മഹല്ലുകളിൽ ഉയർന്നുവന്ന മതപാഠശാലകൾ, അറബിക് കോളേജുകൾ, ലൈബ്രറികൾ എല്ലാം നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് കരുത്തും ദിശാബോധവും നൽകിയ വിജ്ഞാന വിളക്കുകൾക്ക് ജന്മം നൽകി. ഏതാനും ഏടുകളും കിതാബുകളും മാത്രം ഓതി അന്ധവിശ്വാസ പ്രചരണം നടത്തി ഉപജീവനം തേടിയവർക്ക് മുന്നിൽ വിശുദ്ധ ഖുർആൻ ഉൾപ്പെടെ നൂറുകണക്കിന് ആധികാരിക ഗ്രന്ഥങ്ങൾ പഠിച്ച് ഗവേഷണം നടത്തി പുറത്തിറങ്ങിയ ഇസ്ലാഹി പണ്ഡിതന്മാർ മിൻബറുകളിലൂടെയും പൊതുപ്രഭാഷണങ്ങളിലൂടെയും രചനകളിലൂടെയും അറിവിന്റെ വിശാലമായ ലോകം പൊതുജനങ്ങൾക്ക് വിനിമയം ചെയ്തു. മതിൽക്കെട്ടുകൾക്കുള്ളിൽ തളച്ചിടപ്പെട്ട പെൺകുട്ടികൾക്ക് മുന്നിൽ മതപാഠശാലകളുടെ വാതിലുകൾ മലർക്കെ തുറക്കപ്പെട്ടു. അറിവിന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തിറങ്ങിയ പണ്ഡിതകളായ സ്ത്രീരത്നങ്ങൾ സാമൂഹ്യ വിപ്ലവത്തിന് തിരികൊളുത്തുന്നതിൽ അവരുടേതായ ദൗത്യം നിർവഹിച്ചു. കോളറയുടെ മാരക ബീജങ്ങൾ ആയിരങ്ങളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും കവർന്നെടുത്തപ്പോൾ അവശേഷിച്ച അനാഥ ബാല്യങ്ങൾക്ക് അത്താണിയും തണലുമേകാൻ MK ഹാജിയെയും KM മൗലവിയെയും പോലുള്ള ഇസ്ലാഹി നേതാക്കൾ കർമ്മനിരതരായി. വരി മക്കൾ എണീക്ക്. വരി മക്കളെ, നമുക്ക് അകത്തിരിക്കാം. അടച്ചോനെ, ഒന്നുകൂടി മരിച്ചെന്നാ തോന്നുന്നു. ഈ കോളറ കൊണ്ടേ പോകൂ. നിശ്ചയദാർഢ്യത്തോടെയുള്ള കാൽവെപ്പുകളിലൂടെ നാട്ടിൽ യതീംഖാനകൾ ഉയർന്നു. ജീവകാരുണ്യത്തിന്റെ ഉദാത്തമായ ഈ മാതൃകയെപ്പോലും തള്ളിപ്പറയാനും തെറ്റിദ്ധരിപ്പിക്കാനും പൗരോഹിത്യം രംഗത്തുണ്ടായിരുന്നു. അസ്സലാമലൈക്കും. വഅലൈക്കും സലാം. എന്തേ പാപ്പ ഇവിടെ ഇല്ലേ? ആ പാപ്പാ. അസ്സലാമലൈക്കും. എന്തേ? ഉമ്മയും പാപ്പയില്ലാത്ത കുറെ അനാഥ കുട്ടികളെ സംരക്ഷിക്കാൻ ഒരു യതീംഖാന തുടങ്ങി വരെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. വലിയ ചെലവുള്ള കാര്യമാണ്. നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ സഹായമാണ് ഞങ്ങളെ പ്രതീക്ഷ. എന്തെങ്കിലും എനിക്കുള്ളത് നിങ്ങൾ തന്നു. യതീം കുട്ടിയൊക്കെ എന്താ വെച്ചാൽ തന്നോളി. ഡോ, ഇത് ഇങ്ങനെ വിട്ടാ പറ്റൂല. നാട്ടിലുള്ള കുട്ടികളെ മുഴുവൻ പോലെ ഇത്തീങ്ങനെ ചേർന്ന് തുടങ്ങിയാ പിന്നെ ഇവിടെ മുജാഹിദുകൾ പെരുകും. അത് ശരിയാ. നൗഞ്ഞ് മക്കൾ വെക്കുന്ന പോലെ ഒരു പെരുത്താ പിന്നെ ഞമ്മക്ക് ആപത്താ. അതിനെന്താ, ഞമ്മക്കും തുടങ്ങാലോ ഒരു എത്തിങ്ങാന. ആ, ഇല്ലെങ്കിലേ കാലിനടിയിലെ മണ്ണൊലിച്ചൂടെ കാണൂല. ഹാബികളെ കിതാബേ വലിയ അലാമത്താ. കുട്ടികളെ പിടിച്ചോ അങ്ങനെ മുജാഹിദ് ഉണ്ടാക്കണ്ട. യതീംഖാനകൾ യതീമിനെ വഞ്ചിക്കാനുള്ളതാണെന്ന് അവർ പ്രചരിപ്പിച്ചു. എന്നാൽ അനാഥ പരിപാലനത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞവർ ഇസ്ലാഹി നേതാക്കളുടെ പ്രവർത്തനങ്ങളെ കൈമെയ് മറന്ന് സഹായിച്ചു. അനാഥർക്ക് ഒരു നേരത്തെ ഭക്ഷണ ചിലവ് കണ്ടെത്താനായി ഇസ്ലാഹി നേതാക്കൾ മനുഷ്യസ്നേഹികളുടെ വീടുകൾ കയറിയിറങ്ങി.
ഓരോ നേരത്തെ ഭക്ഷണത്തിൽ നിന്നും യത്തീം കുട്ടികൾക്കുള്ള വിഹിതം നീക്കിവെച്ച് മാത്രം വിശപ്പടക്കിയും സ്വന്തം കിടപ്പാടം അനാഥർക്ക് അന്തിയുറങ്ങാൻ നീക്കിവെച്ചും മുജാഹിദ് നേതാക്കൾ തുടങ്ങിവെച്ച ത്യാഗോജ്ജല പ്രവർത്തനങ്ങൾ ഇന്ന് സമൃദ്ധമായി പന്തലിച്ചു. എതിർപ്പുമായി രംഗത്ത് വന്നവരും ആളുകളെ ഈ മഹത്തായ പ്രവർത്തനങ്ങൾക്കെതിരിൽ തിരിച്ചുവിട്ടവരും യത്തീംഖാനകളുണ്ടാക്കാൻ മത്സരിച്ചു. ആവേശത്തോടെയും സന്തോഷത്തോടെയും ഈ മാറ്റങ്ങളും പുരോഗതിയും കാണുമ്പോഴും കാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് അനാഥ സംരക്ഷണത്തിന് പുതിയ മാനം കണ്ടെത്താനും പ്രാവർത്തികമാക്കാനും ISMന് സാധിച്ചു. പിതാക്കൾ മരണപ്പെട്ട് അനാഥരായവരെ അവരുടെ മാതൃത്വത്തിന്റെ സ്നേഹവലയത്തിൽ നിന്നുകൂടി അടർത്തിയെടുത്ത് അനാഥാലയങ്ങളിലെ അന്തേവാസികളാക്കുന്നതിന് പകരം സ്വന്തം വീട്ടിൽ ബന്ധുക്കളുടെ തണലിൽ വളർന്നു വലുതാവാൻ അവസരം നൽകുന്ന ദയ ഓർഫൻ കെയർ സംവിധാനം ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തീവ്രവേദനകളുടെ നെരിപ്പോടുകളിൽ കിടന്നു പുളയുന്ന മാരക രോഗികൾക്ക് ആശ്വാസത്തിന്റെ സാന്ത്വന സ്പർശമേകുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനം ഏറ്റെടുത്തു നടത്തുവാൻ കേരളത്തിൽ ആദ്യമായി മുന്നിട്ടിറങ്ങിയ പ്രസ്ഥാനം ISM ആയിരുന്നു. അതെ, സാമൂഹ്യക്ഷേമരംഗത്തെ മുൻഗാമികളുടെ സേവന തൽപരതയുടെ പിന്തുടർച്ചയായി ഈ മഹാദൌത്യം ഒരു നിയോഗമായി ഏറ്റുവാങ്ങി ISMന്റെ ധീര യുവാക്കൾ നാടിന്റെ മുക്കുമൂലകളിൽ കാടും മലയും പുഴയും താണ്ടി വേദനിക്കുന്നവന്റെ കണ്ണീരൊപ്പാനെത്തി. കേരളത്തിൽ പാലിയേറ്റീവ് പ്രസ്ഥാനത്തിന്റെ മഹിത സന്ദേശം ISMലൂടെ വെളിച്ചം വിതറിയത് അധികമാരും ശ്രദ്ധിക്കാതെ പോയ മേഖലകളിലായിരുന്നു. ആശകളും പ്രതീക്ഷകളും സുഖവും മന്യമായി ഭീതിയുടെയും ആശങ്കയുടെയും അതിലുപരി അസഹ്യമായ വേദനയുടെയും ഇരുൾ മൂടിയ നൂറുകണക്കിന് മനുഷ്യമക്കളുടെ മനസ്സും വീടും ഈ വെളിച്ചത്തിൽ ആശ്വാസം കണ്ടെത്തി. ശിഷ്ടജീവിതം അതെത്ര ഹ്രസ്വമായാലും അത് ക്രിയാത്മകമാക്കാനും മാനസികവും ആത്മീയവുമായ പിൻബലം നൽകുവാനും വേദനകൾക്ക് ആശ്വാസം പകരാനും ഈ പ്രവർത്തനങ്ങൾക്കായി. ചിരിച്ചുകൊണ്ടല്ലെങ്കിലും കരയാതെ ജീവിക്കാനും മരണത്തെ സ്വീകരിക്കാനും ഈ ആശ്വാസം അവർക്ക് കരുത്തു നൽകി. കേരളത്തിൽ ഇന്നും പാലിയേറ്റീവ് പ്രസ്ഥാനത്തിൽ സജീവ സാന്നിധ്യമാണ് മുജാഹിദ് പ്രവർത്തകർ. രോഗവും ദാരിദ്ര്യവും തകർത്തെറിഞ്ഞ കുടുംബങ്ങൾക്ക് സൗജന്യ മരുന്നും ഭക്ഷണവും സേവനങ്ങളുമായി ISM മെഡിക്കൽ എയ്ഡ് സെന്റർ എത്രയെത്ര അശരണരുടെ കണ്ണീരാണ് ഒപ്പിയെടുത്തത്. ആദർശ പ്രബോധനത്തോടൊപ്പം സേവന മേഖലയിലും രക്ഷയുടെ കവാടം തുറന്ന ഇസ്ലാഹി യുവത്വത്തെ പഴിക്കാൻ ഏതാനും ചിലരുണ്ടായത് ചരിത്രപരമായ വൈരുദ്ധ്യമായി കണ്ട് നമുക്ക് അവഗണിക്കാം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ ഇസ്ലാമിന്റെ തൗഹീദിന് വിരുദ്ധമായി എന്തെല്ലാം ആശയങ്ങളാണ് സമൂഹത്തിൽ വ്യാപിച്ചിട്ടുള്ളത്. മാല മൗലൂദ് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാന്മാരുടെ പോരിശകളും മറ്റും പറയുന്ന കാര്യങ്ങളാണ് പുണ്യം കിട്ടുമെന്ന പ്രചാരത്താൽ നമ്മുടെ പണ്ഡിതന്മാർ ഈ സാധാരണക്കാരായ ജനങ്ങളെ കൊണ്ട് ചൊല്ലിക്കുന്നതും പറയിക്കുന്നതും. ഇസ്ലാമിന്റെ ഈ അടിസ്ഥാന ആശയം വിശുദ്ധ ഖുർആനിലുടനീളം ആവർത്തിച്ചു പ്രഖ്യാപിച്ചിട്ടുണ്ട്. വലാ തദ്ഉ മഅല്ലാഹി അഹദാ, അല്ലാഹുവിന്റെ കൂടെ നിങ്ങൾ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. പക്ഷേ ഇതിനു വിപരീതമായി ഇന്ന് നമ്മുടെ സഹോദരന്മാർ മുഹ്യിദ്ദീൻ ശൈഖിനെയും ബദരീങ്ങളെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ആഗ്രഹ പൂർത്തീകരണത്തിന്റെ ഒരു മാർഗമായി കാണുന്നു. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅാനി
ഫല്യസ്തജീബൂലി ഫല്യുഅ്മിനൂ ബി. ഇതിനു വിരുദ്ധമായി ഇവിടെ മാലയിൽ അള്ളാഹുവിനെയും പുരുഷന്മാരെയും കുറ്റം പറഞ്ഞു നിർത്തിയടാ പോയടാ. സത്യത്തിന്റെ വെളിച്ചം നാട്ടിൽ പടരാൻ തുടങ്ങിയപ്പോൾ ജനങ്ങളുടെ അജ്ഞതയുടെ ആനുകൂല്യത്തിൽ തടിച്ചു കൊഴുത്തിരുന്ന പുരോഹിതന്മാരുടെ കോട്ടകളിൽ ഭീതിയുണ്ടായി. അവർക്ക് ഭ്രാന്തിളകി. വാദപ്രതിവാദങ്ങൾ, ഖണ്ഡനമണ്ഡനങ്ങൾ, പൊതുപ്രഭാഷണങ്ങൾ തുടങ്ങിയവയിലൂടെ പ്രമാണങ്ങളും ദീനിന്റെ തനതായ മുഖവും ആളുകൾ പരിചയപ്പെടുന്നത് തടയാൻ അവർ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി. പരിപാടികൾ കയ്യേറൽ, കല്ലേറ്, കൂക്കുവിളി, പടക്കമേറ്, നിഷ്ഠൂരമായ ആക്രമങ്ങൾ, ഇസ്ലാഹി പ്രബോധകരെ ഏതു മാർഗത്തിലൂടെയും തടസ്സപ്പെടുത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. പ്രവാചകനും അനുചരന്മാരും അനുഭവിച്ച ത്യാഗങ്ങളുടെ തുടർച്ചകൾ, അവരിൽ നിന്നും ആദർശവും ആവേശവും ഉൾക്കൊണ്ട നവോത്ഥാന നായകർ എല്ലാം സഹിക്കുകയായിരുന്നു. പ്രബോധന വീഥിയിൽ അവർ ഉറച്ചുനിന്നു. നാടിന്റെ മുക്കുമൂലകളിൽ ആദർശ പ്രബോധനവുമായി അവർ മുന്നേറി. കണ്ണും കാതും ബുദ്ധിയും തുറന്നുവെച്ചവർക്ക് സത്യത്തിന്റെ നീരൊഴുക്ക് തടയാനാവില്ലെന്ന് ലോകം വീണ്ടും തിരിച്ചറിയുകയായിരുന്നു. അവിടെ എണീറ്റ് പോയിടാ അവിടുന്ന്. ആരായിരുന്നു കൂടാണ് കുതിരക്കണ്? തങ്ങന്മാർക്കൊന്നും കറാമത്തില്ല. കബറങ്ങൾ തുറക്കണ്ട, ബദരീങ്ങളെ വിളിച്ചണ്ട എന്നൊക്കെ പറഞ്ഞ പുത്തമ്മതക്കാരെ പരിപാടി കാണാൻ കുത്തിരക്കടങ്ങൾ ഇവിടെ പോയി കുട്ടിയെ കുടിച്ച് പുറത്താക്കടാ. ഇടിച്ച് കയറിയല്ലേ അവിടെ കേരള നദ്വത്തുൽ മുജാഹിദീൻ KNM അതിന്റെ കീഴ്ഘടകങ്ങളുടെ പങ്കാളിത്തത്തോടെ കേരളക്കരയിൽ നടത്തിയ സംസ്ഥാന സമ്മേളനങ്ങൾ കേരള മുസ്ലിം നവോത്ഥാന ചരിത്രത്തിലെ നാഴികക്കല്ലുകളാണ്. പുളിക്കൽ, ഫറോക്ക്, കുറ്റിപ്പുറം, പാലക്കാട്, പിലാത്തറ, കോഴിക്കോട്, പനമരം. ആശയഗാംഭീര്യത്തിന്റെയും ജനബാഹുല്യത്തിന്റെയും ലാളിത്യത്തിന്റെയും പേരിൽ ശ്രദ്ധേയമായ കൂട്ടായ്മകളായി. ലോക മുസ്ലിം പണ്ഡിതരും ചിന്തകരും ഇമാമുകളുമെല്ലാം വിവിധ സമ്മേളനങ്ങളിൽ കേരള ജനതയെ അഭിമുഖീകരിച്ചു. കേരള മുസ്ലിം ഐക്യസംഘം തുടങ്ങിവെച്ച വാർഷിക സമ്മേളനങ്ങളുടെ പാരമ്പര്യം 5 വർഷത്തിലൊരിക്കൽ KNM പിന്തുടർന്നു പോന്നു. KNM-ന്റെ പോഷക ഘടകങ്ങളായ ISM, MSM, MGM എന്നീ സംഘടനകളും സംസ്ഥാനതല ഒത്തുചേരലുകൾ കൃത്യമായ ഇടവേളകളിൽ നടത്തി. ആദർശത്തിന്റെ കരുത്തും പ്രവർത്തകരുടെ ത്യാഗ പരിശ്രമവും സമ്മേളന വിജയങ്ങളുടെ നെടും തൂണുകളായി. ഇസ്ലാഹി പ്രസ്ഥാനത്തിന് നേരിട്ട് ഏറ്റുമുട്ടേണ്ടി വന്നത് യാഥാസ്ഥിതിക പൗരോഹിത്യത്തോട് മാത്രമായിരുന്നില്ല. ഒരു കാര്യം പറഞ്ഞോട്ടോ, ശിർക്ക് ചെയ്യാനാണല്ലോ പടച്ചോനെ ഈ നിൽക്കുന്നത്. എന്താ ചെയ്യ, നാട് നമ്മളെ കയ്യിലായി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ലാത്ത പോയി മനാത്ത വന്നു, അത്ര തന്നെ. വോട്ട് ചെയ്തിട്ട് ഇസ്ലാമിക ഭരണമുണ്ടാവോ സുഹൃത്തെ? ഉണ്ടായിരുന്ന സർക്കാർ ജോലിയും കളഞ്ഞ് ഹുക്കുമത്ത് ഇലാഹി ഉണ്ടാക്കാൻ ഖുർആനിലും ഹദീസിലും ഒരു തെളിവുമില്ല. തൗഹീദിൽ അടിയുറച്ച് ആദർശ പ്രബോധനം ചെയ്ത് എല്ലാവർക്കും മാതൃകയായി ജീവിക്കാൻ നോക്ക്. പടച്ചോനെല്ലാം തരും. മനസ്ഥിതി മാറാതെ വ്യവസ്ഥിതി മാറ്റാൻ നോക്കുന്നത് വിഡ്ഢിത്തമാണ്. ജാറവും നേർച്ചയും കൂട്ടപ്രാർത്ഥനയും കുനൂത്തുമൊക്കെ പറഞ്ഞ് തർക്കിച്ച് ഭിന്നിപ്പുണ്ടാക്കുന്ന ഈ ശ്മശാന വിപ്ലവം നിങ്ങൾക്ക് തിരുത്തേണ്ടി വരും. ഇൻഷാ അല്ലാ, നമുക്ക് കാണാം. സ്വാതന്ത്ര്യ സമരത്തെ പുച്ഛിച്ചും സർക്കാർ ഉദ്യോഗങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളെ രാജിവെപ്പിച്ചും വോട്ട് ചെയ്യലും തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാവുന്നതും ഷിർക്കും കടുത്ത പാപവുമാക്കി പ്രചരിപ്പിച്ചും നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളുണ്ടല്ലോ, അതാവും തിരുത്തേണ്ടി വരിക. കാരണം സത്യം ഒരിക്കലും തിരുത്തേണ്ടി വരില്ല. എത്രയും നേരത്തെ അത് മനസ്സിലാക്കുന്നോ അത്രയും നിങ്ങൾക്ക് നല്ലത്. പ്രസ്ഥാനത്തിന്റെ തുടക്കത്തിൽ ആശയപരമായി ഒപ്പം നിൽക്കുകയും
ഇടക്കാലത്ത് മറ്റു ചില ചിന്തകളിലേക്ക് വഴിമാറിപ്പോവുകയും ചെയ്തവരെ ആശയപരമായി നേരിടാനും പ്രസ്ഥാനം വിയർപ്പൊഴുക്കേണ്ടി വന്നു. അന്ന് ഷിർക്കും കുഫറും ഹറാമുമായിരുന്ന വോട്ട് ചെയ്യൽ ഇന്നിക്കൂട്ടർക്ക് തൗഹീദും ഈമാനും ഹലാലുമായി മാറിയത് വർത്തമാനകാല ചരിത്രം. മതപ്രബോധന സ്വാതന്ത്ര്യം അനുവദിച്ച ഇന്ത്യൻ ജനാധിപത്യത്തെ ബ്രിട്ടീഷ് ഭരണത്തോടുപമിച്ച് മൗലാനമാർ ഇസ്ലാമിന്റെ സാങ്കേതിക പദങ്ങളെ ദുർവ്യാഖ്യാനിക്കുകയും മുസ്ലിം യുവത്വത്തിൽ തീവ്രവാദത്തിന്റെ വിഷവിത്തുകൾ മുളപ്പിച്ചെടുക്കുകയും ചെയ്തു. അസ്സലാമു അലൈക്കും. സുഹൃത്തുക്കളെ, ഇന്ത്യയിൽ നമ്മൾ അനുഭവിക്കുന്ന ദുരിതം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. ഇന്നത്തെ അവസ്ഥയ്ക്ക് പരിഹാരം നമ്മൾ പ്രതികരിക്കണം എന്നുള്ളതാണ്. ഓരോ ചെറുപ്പക്കാരനും ആയുധമെടുക്കണം, മുഖം നോക്കാതെ പോരാടണം. അക്രമത്തിന്റെ മാർഗം ചിലപ്പോൾ ഒരു പരിഹാരമാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നിനും മടിക്കേണ്ട. ബദർ യുദ്ധവും ഉഹുദ് യുദ്ധവും നമുക്ക് മാർഗദർശനമാവണം. പുതിയ ബദറുകൾ ഉണ്ടാവണം. കഴിഞ്ഞതൊന്നും നമ്മൾ മറന്നുകൂടാ. മാപ്പ് കൊടുക്കാൻ തയ്യാറല്ല മുസ്ലിം ലോകമെന്ന് ശത്രുക്കളെ ബോധ്യപ്പെടുത്തണം. ജിഹാദാണ് നമ്മുടെ മാർഗം. അതുകൊണ്ട് പോരാടാൻ തയ്യാറാവുക. ഭൗതിക സമൃദ്ധിയുടെ തലോടലിൽ ജീവിച്ച് തൊഴിലൊന്നുമില്ലാത്ത യുവാക്കൾക്ക് വീര്യം കുത്തിവെച്ച് തോക്കുകൾക്കിരകളാവാൻ നമ്മുടെ ചെറുപ്പക്കാരെ അങ്കക്കോഴികളാക്കണമോ എന്ന് കേരളക്കരയിൽ സധൈര്യം ചോദിക്കാൻ ISM മാത്രമാണ് ആദ്യം രംഗത്ത് വന്നത്. ഒറ്റപ്പെട്ട ഈ ശബ്ദത്തെ പിന്തുണക്കാൻ പിന്നീട് ആളുകളും സംഘടനകളും രംഗത്ത് വരികയായിരുന്നു. സാമൂഹ്യ തിന്മകൾക്കെതിരെ അക്ഷീണം പൊരുതാൻ എക്കാലവും ഇസ്ലാഹി പ്രസ്ഥാനം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇസ്ലാമിക ആദർശവുമായി ഒരു നിലയ്ക്കും യോജിക്കാത്ത സ്ത്രീധന സമ്പ്രദായത്തിനും പലിശയ്ക്കുമെതിരായി കേവലം എതിർപ്പ് മാത്രമല്ല പ്രസ്ഥാനം നടത്തിയത്. പ്രമാണബദ്ധമായ പോരാട്ടവും അതിലുപരി പരിഹാര നിർദ്ദേശവും ഈ രംഗത്ത് മുജാഹിദുകളിൽ നിന്നും ലോകം കണ്ടു. സുഹറാബി ബി മഹറിൻ ബി മഹറിൻ ഖാത്തമിൻ ഖാത്തമിൻ ദഹബീൻ ദഹബീൻ. നിങ്ങളുടെ മകൾ സുഹറാബി എന്നവളെ ഈ സ്വർണ്ണമോതിരം മെഹറിന് പകരമായി നിങ്ങൾ എനിക്ക് വിവാഹം ചെയ്തു തന്നതിന് ഞാൻ പൊരുത്തപ്പെട്ട് ഭാര്യയായി സ്വീകരിച്ചു. പെണ്ണിന് മഹറായി നൽകേണ്ട പൊന്നും പണവും കാലിച്ചന്തയിലെ ഉരുവിന് വിലയിടും പോലെ പേശിയുറപ്പിച്ച് ആണുങ്ങളെ വിൽക്കുകയും പെൺവീട്ടുകാരിൽ നിന്ന് സമ്പത്ത് പിടിച്ചു പറിക്കുകയും ചെയ്യുന്ന ദുഷിച്ച സ്ത്രീധന സമ്പ്രദായത്തിനെതിരെ ഇസ്ലാഹി യുവത്വം ഒറ്റയ്ക്കും സംഘടിതമായും പ്രതികരിച്ചതും സ്ത്രീധനരഹിത ആർഭാടരഹിത വിവാഹങ്ങൾ നടത്തി സാമൂഹ്യ വിപ്ലവം സൃഷ്ടിച്ചതും അനിഷേധ്യമാണ്. ഈ രംഗത്ത് മാതൃകയായ ISM ഫാമിലി സെൽ അതിന്റെ പ്രവർത്തന മേഖല വിവാഹാനന്തരമുള്ള കുടുംബ സ്വസ്ഥതയ്ക്കും സുരക്ഷയ്ക്കും കൂടി പ്രാധാന്യം നൽകി വിപുലമാക്കുകയാണ്. വലൈക്കും അസ്സലാം. അറിഞ്ഞില്ലേ, എന്റെ മോളെ കല്യാണം മുടങ്ങിയിടൂ. വിഷമിക്കണ്ടോ, അന്റെ മോള് രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി. ഓക്ക് പഠിപ്പുണ്ട്, ദീനുണ്ട്. പണ്ടവും പണവും വേണ്ടാത്ത ആദർശവും ചുണയുള്ള ഏതെങ്കിലും ചെറുപ്പക്കാര് ഓളെ കെട്ടാൻ വരും. പടച്ചോനോട് ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കും. നന്മയുടെയും നവോത്ഥാനത്തിന്റെയും വഴിയിൽ പ്രസ്ഥാനം ഏറെ പ്രയത്നിച്ചുവെങ്കിലും ആദർശത്തിന്റെ വെളിച്ചം കടന്നു ചെന്നിട്ടില്ലാത്ത ഇരുണ്ട തുരുത്തുകൾ അവശേഷിക്കുന്നു. ശ്രേഷ്ഠരായ ഇസ്ലാഹി പണ്ഡിതരെ തേജോവധം ചെയ്ത് പുതിയ ആദർശം ചമച്ചവർ നെയ്തെടുത്ത അന്ധകാര തുരുത്തുകളുടെ പൊള്ളത്തരങ്ങൾ പൊളിച്ചെഴുതേണ്ട നിയോഗവും ബാക്കി നിൽക്കുന്നു. ഇസ്ലാഹി പ്രസ്ഥാനം ആരംഭത്തിലെ വ്യാകുലപ്പെട്ടത് ഭൂമിയിലെ മനുഷ്യരെക്കുറിച്ചാണ്, അവരുടെ പാരിത്രിക മോക്ഷത്തെക്കുറിച്ചാണ്. എന്താ വാപ്പാ? ജിന്നുകൾ എപ്പോഴാ മുറിയിലേക്ക് എത്തി നോക്കെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് വാതിലടയ്ക്കുമ്പോ സൂക്ഷിക്കണം.
വാതിലിന്റെ ഇടയ്ക്ക് എങ്ങാനും ജിന്നു കുടുങ്ങിപ്പോയാലോ? അനക്ക് ഓർമ്മയില്ലേ ആ കറുത്ത പൂച്ചന്റെ പ്രശ്നം? എന്താണ്ടാ ഇളിക്കണത്? ബാപ്പന്നവ കൂറാഫിയതേ ആ സുന്നളക്കാട്ടി കഷ്ടാട്ടാ. ഔദ്യോഗിക പിൻഗാമികളെന്ന് അവകാശപ്പെടുന്നവർ ഭൂമി ലോകത്തെക്കുറിച്ച് വ്യാകുലപ്പെടുന്നില്ല. അദൃശ്യജീവികളെക്കുറിച്ചാണ് അവരുടെ ഗവേഷണങ്ങൾ. മനുഷ്യർ ശാന്തി തേടി ആൾ ദൈവങ്ങളിലേക്കും ആധുനിക അന്ധവിശ്വാസങ്ങളിലേക്കും തിരിയുകയും നാട്ടിൽ ജീർണതകൾ പെരുകുകയും സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങൾ മുതലാളിത്തവും കൺസ്യൂമറിസവും സൃഷ്ടിക്കുന്ന മായാവിഭ്രാന്തികളിൽ ഗതി കിട്ടാതെ അലയുകയും ചെയ്യുന്ന പുതിയ ചരിത്രഘട്ടത്തിൽ പാവപ്പെട്ട മുസ്ലിങ്ങളെ വികല വിശ്വാസങ്ങളിൽ നിന്നും ആചാര വൈകൃതങ്ങളിൽ നിന്നും മോചിപ്പിച്ച് ശരിയായ മതബോധമുള്ളവരാക്കുകയും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകി സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ പ്രബുദ്ധരാക്കുകയുമാണ് ഇസ്ലാഹി പ്രസ്ഥാനം തങ്ങളുടെ ദൗത്യമായി ഏറ്റെടുത്തത്. കാട്ടിലേക്കല്ല അവർ സമുദായത്തെ നയിച്ചത്, മറിച്ച് തമസിൽ നിന്നും വെളിച്ചത്തിലേക്കാണ്. തിന്മകളുടെ രാക്ഷസ കേന്ദ്രങ്ങളെ ആക്രമിച്ചു തകർത്ത് നന്മയുടെ തുരുത്തുകൾ പണിയാൻ യുവത്വം നവോത്ഥാന പാതയിൽ അണിചേരുക. 40 കരുത്തുമായി ധീരമായി മുന്നേറുന്നു. വെയിലിലും വിയർപ്പിലും നെഞ്ചുറപ്പു കാത്തവർ. 40 കരുത്തുമായി ധീരമായി മുന്നേറുന്നു. വെയിലിലും വിയർപ്പിലും നെഞ്ചുറപ്പു കാത്തവർ. നന്മ നവോത്ഥാന പാത യൗവനം വരിക്കുവാൻ. നന്മ നവോത്ഥാന പാത യൗവനം വരിക്കുവാൻ. പയ്യസം വരുന്നിതാ പുതിയൊരു ജ്വാലയാ. ഇന്നലകൾ പാഠമാണ്, നാളെയാണ് പ്രതിഫലം. ഇന്നിതാണ് കർമ്മഭൂമി അണിയണിയായി നീങ്ങുക. ഇന്നലകൾ പാഠമാണ്, നാളെയാണ് പ്രതിഫലം. ഇന്നിതാണ് കർമ്മഭൂമി അണിയണിയായി നീങ്ങുക. ഉറച്ചൊരി കരങ്ങളെ ഉയർത്തി നാം വിളിക്കുക. ഉറച്ചൊരി കരങ്ങളെ ഉയർത്തി നാം വിളിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്.